ഗംഭീര വിജയം. ഇത്തവണത്തെ കോഴിക്കോട് ജില്ലയിലെ കോൺഗ്രസിന്റെ നേട്ടത്തെക്കുറിച്ച്, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഒറ്റ വാക്കിൽ പറയാവുന്ന ഒരു കാര്യം അതാണ്. ആ ഗംഭീര വിജയം എന്ന് കോൺഗ്രസിന്റെ നേട്ടത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിലേക്ക് നയിച്ചത് കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിന്റെ ഒരു മികച്ച പ്രവർത്തനം തന്നെയാണ് എന്നുള്ള വസ്തുത രാഷ്ട്രീയ നിരീക്ഷകർ പോലും അംഗീകരിക്കുന്നുണ്ട്. അതിന്റെ കാര്യങ്ങളിലേക്ക് കൊണ്ടുപോയത് കോഴിക്കോട് DCC അധ്യക്ഷൻ K പ്രവീൺ കുമാറിന്റെയും ഒപ്പം തന്നെ KPCC ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള K ജയന്തും PM നിയാസും പോലുള്ള മുതിർന്ന നേതാക്കളും ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനം ഒക്കെയാണ് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. ഒപ്പം തന്നെ 2 MPമാർ MK രാഘവനും ഷാഫി പറമ്പിലും എണ്ണയിട്ട യന്ത്രം പോലെ ഇവർക്കെല്ലാ നിർദ്ദേശങ്ങളും നൽകിക്കൊണ്ട് ഇവിടെ പ്രവർത്തിച്ചു. KM അഭിജിത്ത് അടക്കമുള്ള യുവജന നേതാക്കളൊക്കെ നന്നായി പ്രവർത്തിച്ചു എന്നുള്ളത് ശരി തന്നെ. പക്ഷേ അപ്പോഴും ഒരു ചോദ്യം ഇപ്പോൾ ഉയരുന്നുണ്ട്. കോൺഗ്രസ് എവിടെയാ റിപ്പോർട്ട്? എന്തായി ആ റിപ്പോർട്ട്? ഏത് റിപ്പോർട്ട് എന്ന് തിരിച്ചു ചോദിക്കുമ്പോൾ പറയാനുള്ളത് 26-ാം തീയതി ഒരു അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് DCC അധ്യക്ഷൻ മാധ്യമങ്ങൾക്ക് മുൻപിൽ പറഞ്ഞിരുന്നു. ഒരു 2 അംഗ അന്വേഷണ കമ്മീഷനെ കോൺഗ്രസ് ജില്ലാ നേതൃത്വം നിയോഗിച്ചിരുന്നു. എന്ത് കാര്യത്തിന്? ഈ KPCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള PM നിയാസിന്റെ തോൽവിയെക്കുറിച്ചുള്ള ഒരു അന്വേഷണം നടത്തുമെന്ന് പ്രഖ്യാപിച്ച് ആ അന്വേഷണത്തിനായി മഠത്തിൽ നാണുമാസ്റ്റർ എന്ന് പറയുന്ന KPCCയുടെ മെമ്പറേയും ഒപ്പം തന്നെ DCC ജനറൽ സെക്രട്ടറിയായ TK രാജേന്ദ്രനും അടങ്ങുന്ന 2 അംഗ അന്വേഷണ കമ്മീഷൻ ആ റിപ്പോർട്ട് DCC നേതൃത്വത്തിന് സമർപ്പിച്ചോ എന്ന ചോദ്യത്തിന് ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. എന്തിനാണ് ആ റിപ്പോർട്ട് തയ്യാറാക്കാൻ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചത്? PM നിയാസ് എന്ന് പറയുന്ന KPCCയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു UDFന്റെ മേയർ സ്ഥാനാർത്ഥിയായി കോഴിക്കോട് കോർപ്പറേഷനിൽ മത്സരിച്ചിരുന്നത്. ആ മത്സരിച്ചത് എവിടെയാ? കോൺഗ്രസിന്റെ ഏറ്റവും ശക്തി കേന്ദ്രമായിട്ടുള്ള പാറോപ്പട് ഡിവിഷനിലാണ് PM നിയാസ് മത്സരിച്ചത്. ആ പാറോപ്പട് ഡിവിഷനിൽ ചരിത്രത്തിൽ ഇതുവരെ കോൺഗ്രസ് പരാജയപ്പെട്ടിട്ടില്ല. പക്ഷേ ഇത്തവണ കോൺഗ്രസ് പരാജയപ്പെട്ടു. അവിടെ PM നിയാസ് 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. അവിടെ വിജയിച്ചു വന്നതോ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള തികച്ചും നവാഗതനായിട്ടുള്ള ഹരീഷ് പൊറ്റങ്ങാടി എന്ന് പറയുന്ന BJPയുടെ ഒരു അംഗമാണ് അവിടെ കൗൺസിലറായി വിജയിച്ചു വന്നത്. അയാൾ എന്ന് പറയുന്നത് ഒരു പത്ര ഏജന്റാണ്. ഒരു പത്ര ഏജന്റ് ആയി എന്നുള്ളത് കൊണ്ട് മാത്രം ഹരീഷ് പൊറ്റങ്ങാടിയുടെ വിജയം സാധ്യമാണോ? അതല്ല, BJPക്ക് അത്രയും ഒരു ശക്തമായ വേരോട്ടം ഈ പാറോപ്പടി ഡിവിഷനിൽ ഉണ്ടായോ എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നത്, അവിടെയുള്ള ആളുകൾ അടക്കം പറയുന്നത് അങ്ങനെയുള്ളൊരു ശക്തി BJPക്ക് അവിടെ ഇല്ല എന്നുള്ളതാണ്. പിന്നെ എങ്ങനെ BJP വിജയിച്ചു എന്നുള്ളതിന് ചില ഉത്തരങ്ങൾ അവിടുത്തെ ജനങ്ങൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, കോഴിക്കോട് ജില്ലയിലെ നേരത്തെ കോൺഗ്രസിനെ നയിച്ച ഒരു നേതാവുണ്ട്. ആ നേതാവും ഒപ്പം തന്നെ അവരുടെ അടുത്ത ബന്ധുവായ ഒരു ജനപ്രതിനിധി, അവരുടെ ഉറ്റ ബന്ധുവായിട്ടുള്ള ഒരു ജനപ്രതിനിധി, ആ ജനപ്രതിനിധിയും ചേർന്ന് കാല് വാരിയതാണ് PM നിയാസിനെ എന്നൊരു ആക്ഷേപവും ആരോപണവുമാണ് ഇപ്പോൾ കോൺഗ്രസിനകത്ത് നിന്നും ഉയരുന്നത്. അത് സംബന്ധിച്ച കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത് ഈ അന്വേഷണ കമ്മീഷനാണ്. ഈ അന്വേഷണ കമ്മീഷന് മുൻപിൽ അത്തരത്തിലുള്ള മൊഴികൾ എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് കോൺഗ്രസിനകത്ത് നിന്ന് പുറത്തു വരുന്നത്. എങ്കിൽ എന്തുകൊണ്ട് അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കി കോൺഗ്രസ് നേതൃത്വം പുറത്തുവിടുന്നില്ല എന്ന ചോദ്യം ഈ ആരോപണങ്ങൾ കുറച്ചുകൂടി ശക്തിപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ്. ആ നേരത്തെ കോൺഗ്രസിനെ ജില്ലയിൽ നയിച്ച ആ മുതിർന്ന നേതാവും അദ്ദേഹത്തിന്റെ ഉറ്റ ബന്ധുവും കൂടി കാലുവാരിയത് കൊണ്ടാണോ PM നിയാസ് തോറ്റത് എന്ന് വിശദീകരിക്കേണ്ടുന്ന ചുമതല അത് കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വത്തിനാണ്. ഈ 2 അംഗ അന്വേഷണ കമ്മീഷനാണ്. 26-ാം തീയതി എന്തായാലും ഈ 2 അംഗ അന്വേഷണ കമ്മീഷൻ ഈ ജില്ലാ നേതൃത്വത്തിന് ഇത് സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല എന്ന വിവരമാണ് ജില്ലാ നേതൃത്വത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ചില ഈഗോകൾ അവിടെ വർക്കൗട്ട് ചെയ്തോ എന്ന കാര്യവും കോൺഗ്രസ് നേതൃത്വം പരിശോധിക്കേണ്ടതാണ്. അഥവാ UDFന് മേൽക്കൈ ലഭിക്കുകയാണെങ്കിൽ PM നിയാസ് മേയർ ആകരുത് എന്ന് ചിലർ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ വരുന്ന ചില സംസാരങ്ങൾ. അങ്ങനെ വന്നാൽ അത് എന്തുകൊണ്ട് PM നിയാസ് തോറ്റതല്ല, തോൽപ്പിച്ചതാണ് എന്നുള്ളത് തന്നെയാണ് ഇങ്ങനെയുള്ള സംസാരങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്ന കാര്യം. ഇത് പാറോപ്പടിയിൽ മാത്രം സംഭവിച്ച കാര്യമാണോ? അല്ല. പാളയം ഡിവിഷൻ എന്ന് പറയുന്ന കോൺഗ്രസിന് പ്രതീക്ഷയുണ്ടായിരുന്ന ഒരു ഡിവിഷനിൽ അവിടെ കോൺഗ്രസ് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ തന്നെയാണ് ഇറക്കിയത്. അൻവറ തെക്കോത്ത് എന്ന് പറയുന്ന നല്ലൊരു പ്രൊഫഷണലിനെ അവിടെ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് നേതൃത്വം ഇറക്കി. മികച്ച വിജയ പ്രതീക്ഷയായിരുന്നു അവരെ സംബന്ധിച്ചുണ്ടായിരുന്നത്. അത് കോൺഗ്രസിന്റെ സിറ്റിംഗ് ഡിവിഷൻ ആയിരുന്നില്ല. അവിടെ CPI ആയിരുന്നു മത്സരിച്ച് വിജയിച്ചിരുന്നത്. ഇത്തവണയും CPIയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സാറ ജാഫറാണ് അവിടെ വിജയിച്ചത്. പക്ഷേ കേവലം ചുരുങ്ങിയ വോട്ടുകൾക്ക് മാത്രമാണ് CPI സ്ഥാനാർത്ഥിയുടെ വിജയം എന്നുള്ളത് അൻവറ തെക്കോത്ത് എന്ന് പറയുന്ന UDF സ്ഥാനാർത്ഥിയുടെ മികച്ച പ്രകടനം തന്നെയാണ് അവിടെ വ്യക്തമാക്കുന്നത്. ഈ അൻവറ തെക്കോത്തിന്റെ വിജയത്തിന് പിന്നിലും ചിലർ പാരവച്ചു എന്നുള്ള അണിയറ സംസാരമാണ് കോൺഗ്രസിനകത്ത് നിന്ന് പുറത്തു വരുന്നത്. അത് ആരൊക്കെയാണ് എന്ന് നോക്കുമ്പോൾ അവിടെ മണ്ഡലം തലത്തിലുള്ള ഒരു ഉന്നതനായ നേതാവ് അവിടെയുണ്ട്. ഒപ്പം തന്നെ മുൻ ജനപ്രതിനിധിയായ ഒരു വ്യക്തിക്കുമെതിരെയാണ് ഇത്തരത്തിലൊരു ആരോപണം ഉയരുന്നത്. ഇവർ അൻവറ തെക്കോത്തിനെതിരെ വ്യാപകമായി തെറ്റായ പ്രചരണം നടത്തിയെന്ന പരാതി ഇപ്പോൾ പാർട്ടിക്ക് മുൻപിലുണ്ട്. ആ ഒരു കാര്യത്തിൽ പാർട്ടി നേതൃത്വം അന്വേഷണം പ്രഖ്യാപിച്ചിട്ടില്ല. ഈ മണ്ഡലം നേതാവിനെയും ഒപ്പം തന്നെ ഈ മുൻ ജനപ്രതിനിധിയെയും സംരക്ഷിച്ചുകൊണ്ട് പാർട്ടിക്ക് കിട്ടുമായിരുന്ന ഒരു സീറ്റ് നഷ്ടപ്പെടുത്തിയത് ഇവരുടെ
സംസാരമാണെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ എന്തിനു സംരക്ഷിക്കുന്നു എന്ന ചോദ്യം പാർട്ടി അണികൾക്കിടയിൽ നിന്ന് തന്നെ ഉയർന്നു വരികയാണ്. കോൺഗ്രസ് കോഴിക്കോട് ജില്ലയിൽ അഭിമാനാർഹമായ വിജയവും നേട്ടവും കൊയ്യുമ്പോഴും ചിലരുടെ പിടിപ്പുകേട് കാരണം നഷ്ടപ്പെട്ട ചില സീറ്റുകൾ അത് കോഴിക്കോട് കോർപ്പറേഷന്റെ ഭരണം തന്നെയാണ് കോൺഗ്രസിന് ഇല്ലാതാക്കിയത് എന്ന വസ്തുത അവിടെ നിൽക്കെ എന്തുകൊണ്ട് അത്തരക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുന്നില്ല? നേരത്തെ കോഴിക്കോട് DCC അധ്യക്ഷൻ K പ്രവീൺകുമാർ പറഞ്ഞതുപോലെ തോൽവിക്ക് കാരണക്കാരായവർ ആരായാലും അത് ഏത് ഉന്നതനായാലും പാർട്ടി നേതൃത്വം കർശന നടപടിയെടുക്കുമെന്നാണ് പറഞ്ഞത്. ആ വാക്ക് കൃത്യമായി പാലിക്കുമെങ്കിൽ അത്തരക്കാരെ കണ്ടെത്തി അവർക്കെതിരെ നടപടിയെടുക്കുകയല്ലേ വേണ്ടത് എന്ന ചോദ്യം രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട്. കോൺഗ്രസ് തിരുത്തിയാൽ കോൺഗ്രസിന് മാത്രമാണ് നല്ലത്. അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് തിരുത്തിയില്ലെങ്കിൽ ഒന്നും സംഭവിക്കാനും പോകുന്നില്ല. അതുകൊണ്ട് ജനങ്ങൾക്ക് പ്രത്യേകിച്ച് കാര്യമില്ല. പക്ഷേ മികച്ച രീതിയിൽ ഒരു സംഘടനാ സംവിധാനം കോഴിക്കോട് ജില്ലയിൽ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും ഇത്തരം അന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തു വരാത്തത് രാഷ്ട്രീയ വൃത്തങ്ങൾക്കിടയിൽ ചർച്ചയാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അത് എത്ര ഉന്നതനായാലും പാർട്ടിക്കെതിരെ നിലകൊണ്ട ആളുകളെ സംരക്ഷിക്കുന്നത് എന്തിനാണ് എന്ന ചോദ്യം സ്വാഭാവികമായും അണികളിൽ നിന്നും ഉയരുക തന്നെ ചെയ്യും. അത്തരക്കാരെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് ജില്ലാ നേതൃത്വം സ്വീകരിക്കില്ല എന്നൊരു പ്രതീക്ഷ അവർക്കുണ്ട്. അതിലുതകുന്ന രീതിയിലുള്ള നടപടികൾ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് ഈ അണികളും പ്രവർത്തകരും ഒരുപോലെ പ്രതീക്ഷിക്കുന്നത് എന്ന് അവർ പറയുന്ന വാക്കുകളിൽ നിന്നും നമുക്കും വ്യക്തമാവുകയാണ്.